ഇന്ന് വളരെ രസകരമായ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. പറയുന്നത് ചോയ്സ് സപ്പോർട്ടീവ് ബയാസ്. എന്താണത്? ഇതൊരു മനഃശാസ്ത്രത്തിൻ്റെ ഒരു നല്ലൊരു കോൺസെപ്റ്റാണ്. നമ്മളെല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ടതും പ്രത്യേകിച്ച് ഈ യുവതലമുറ കേട്ടിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് ചോയ്സ് സപ്പോർട്ടീവ് ബയാസ് എന്ന് പറയും. ചോയ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു തീരുമാനം കൊണ്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് ചോയ്സ്. നമ്മൾ എടുക്കുന്ന വിഷയം, നമ്മൾ പഠിക്കാൻ എടുക്കുന്ന കോഴ്സ്, നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് തീരുമാനിക്കുന്ന ഒരു വിവാഹം, നമ്മളൊരു പ്രേമബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി, നമ്മൾ എടുക്കുന്ന ഒരു സാരി, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീട്, ഇതെല്ലാം നമ്മുടെ മാത്രം ചോയ്സ് ആണെങ്കിൽ, ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ മാത്രം ചോയ്സ് കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ അവിടെ ഒരു ബയാസ് ഉണ്ടാവും. അതിനെ ന്യായീകരിക്കാനും അത് ആക്ച്വലി എന്താണോ അതിനേക്കാൾ കൂടുതൽ ബെറ്ററാണ് അത് എന്ന് പറയാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാർ കൊണ്ടുവരുമ്പോൾ വീട്ടുകാർ പറയുന്ന ഒരു കുഴപ്പം, ഒരു പെൺകുട്ടിക്ക് ഒരു പ്രേമബന്ധമുണ്ട്, വിവാഹം കഴിക്കാൻ വീട്ടുകാർ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. കാരണം ചോദിക്കുമ്പോൾ പറയുന്നത് അവൻ ഭയങ്കര മദ്യപാനിയാണ്. ഈ മദ്യപാനിയാണ് എന്ന് വീട്ടുകാർ പറയുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പം മദ്യം കുടിക്കാത്തവരാരുണ്ട്, അത് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ മദ്യം കുടി ഞാൻ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴുമേ ഒരു മദ്യം കുടിക്കുകയുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഒരു ബയാസാണ്. ഇത് ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു നിഷ്പക്ഷമല്ലാത്ത എന്ന് പറഞ്ഞാൽ തെറ്റ് ഉള്ളിൽ അറിയാമെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കാനുള്ളൊരു പ്രവണതയാണ്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മൾ ന്യായീകരിച്ചില്ലെങ്കിൽ പിന്നെ ആര് ന്യായീകരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിത പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഈ പെൺകുട്ടികൾ സഹിച്ചു പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പുരുഷൻ സഹിക്കും. എന്നോട് ചിലർ പറഞ്ഞിട്ടുള്ളത്, ഞാൻ തന്നെ തിരഞ്ഞെടുത്തതല്ലേ, അപ്പം ഞാൻ സഹിച്ചല്ലേ പറ്റൂ എന്നാണ്. എന്നിട്ടും അവരുടെ വീട്ടുകാരോട് വളരെ ന്യായീകരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ചോയ്സ് സപ്പോർട്ടീവ് ബയാസ് എന്ന് പറയുന്നത്. നമ്മുടെ ചോയ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബയാസ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കാണും. ഇത് ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിൽ തെറ്റ് വരാം എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു വിവാഹത്തിന് തീരുമാനമെടുക്കുമ്പോൾ ഈ പെൺകുട്ടിയെയും ആൺകുട്ടിയേക്കാൾ എത്രയോ വർഷം ഈ ലോകത്ത് ജീവിച്ച അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ വിവാഹ ജീവിതം എന്താണ്, അതിലെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അനുഭവിച്ചറിഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു അഭിപ്രായം സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷേ ഈ കുട്ടികൾ അത് ചെയ്യില്ല. കാരണം രണ്ട് തരത്തിലാണ് നമ്മൾ ചോയ്സ് ഉണ്ടാക്കുന്നത്. ഒന്ന്, മറ്റുള്ളവരുടെ സ്വാധീനം. ഒരു ചോയ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അപ്പോഴും നിലവിലുള്ള ഫ്രണ്ട്സിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ അവരെല്ലാം ചെയ്തിട്ട് എന്താ കുഴപ്പം എന്നുള്ള തോന്നൽ, മദ്യപാനം എന്ന് പറയുന്നത് മറ്റുള്ളവർ അത്ര വലിയ കുഴപ്പമായിട്ട് കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ന്യായീകരണം, അങ്ങനെ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് എടുക്കുന്ന ചില തീരുമാനങ്ങൾ. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നമുക്കുള്ള ആഗ്രഹം അത് ചെയ്യാനായിട്ട്, ഈ ആഗ്രഹം എന്ന് പറയുന്നതും എത്രമാത്രം റിയലിസ്റ്റിക് ആണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതേപോലെ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ നമ്മൾ പെടുമ്പോൾ അതിൻ്റെ അത്രയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ഓർക്കാറുമില്ല. കാരണം ഒരു ആഗ്രഹം നമുക്ക് കിടക്കുവാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സാരി മേടിക്കാൻ നമ്മൾ പോകുന്നു. അവിടെ നമുക്ക് ഇഷ്ടം പോലെ സാരി ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ വീണ്ടും നമ്മളൊരു കടയിൽ പോകുമ്പോൾ ധാരാളം സാരികൾ ഇരിക്കുന്നു. അതിനകത്ത് വളരെ വില കൂടിയ ഒരു സാരി കാണുമ്പോൾ അതിനോട് നമുക്ക് ഒരു ആഗ്രഹവും തോന്നുന്നു. ഈ ആഗ്രഹം തോന്നി നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഫ്രണ്ട്സ് പറയണം, ഒരെണ്ണം മേടിക്കടോ, അതിനെന്താണ് കുഴപ്പം, ഇത് നല്ല സാരിയാണ്, ഇത് മേടിക്കുക, ഇത് തനിക്ക് നല്ലതുപോലെ ചേരും. ഈ ഒരു സ്വാധീനം നമ്മുടെ ചോയ്സിൽ വരുന്നു. അവരെ എതിർക്കാൻ പലപ്പോഴും പല ആളുകളും പലതും ചെയ്യുന്നത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെ എങ്ങനെ എതിർക്കും, അവർ പറഞ്ഞതല്ലേ, ഇങ്ങനെയുള്ള പല ഒബ്ലിഗേഷൻസും കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ആ വില കൂടിയ ഒരു സാരി നമ്മൾ വാങ്ങുന്നു.
ഒന്ന് നമ്മുടെ ആഗ്രഹം, മറ്റ് അവരുടെ ഇൻഫ്ലുവൻസ്. മേടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മേടിക്കാൻ അത്രയും പൈസ ചിലവാക്കണ്ട എന്നുള്ളിലൊരു വിചാരമുള്ള വ്യക്തിക്ക് ഒരു കുറ്റബോധം തോന്നും. ഈ കുറ്റബോധം തോന്നിയാലും നമ്മൾ അയ്യോ ഞാനത് മേടിക്കണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരോട് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ അതിന് പകരം പറയുന്നതും നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും വല്ലപ്പോഴുമല്ലേ. ഈ വല്ലപ്പോഴുമല്ലേ എന്നുള്ളത്, ബീഫ് കഴിക്കരുതെന്ന് പറയുന്ന ആളുകൾ ബീഫ് കഴിക്കുമ്പോൾ വല്ലപ്പോഴുമല്ലേ, ഷുഗർ കഴിക്കരുതാത്തവർ ഷുഗർ കഴിക്കുമ്പോൾ വല്ലപ്പോഴുമല്ലേ, ഇതെല്ലാം ബയാസാണ്. നമ്മളെടുക്കുന്ന ചോയ്സിനോട് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിവെയർ ആയിരിക്കുക. ഇത്തരം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ പറ്റും. സാരി എല്ലാവരും വലിയ വില കൂടിയത് മേടിക്കുന്നല്ലോ, പിന്നെ എനിക്ക് വല്ലപ്പോഴും ഒന്ന് മേടിച്ചാൽ എന്താ? ഇത്തരം ന്യായീകരണങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന, നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ള ആ ഫീലിങ്ങിൽ നിന്നുണ്ടാകുന്ന ഒരു ന്യായീകരണം മാത്രമാണ്. ഇത്തരം ന്യായീകരണങ്ങൾക്ക് നിൽക്കാതെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിന് അനുയോജ്യരായിട്ടുള്ള ആളുകളെന്ന് തോന്നുന്ന ആളുകളെ നമ്മൾ സമീപിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. തെറ്റു പറ്റാതിരിക്കട്ടെ. തെറ്റുപറ്റി തിരുത്തുന്നതിനേക്കാൾ അല്ലെങ്കിൽ ന്യായീകരിക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റു പറ്റാതിരിക്കുന്നതാണ്.